ഹലോ. അപ്പോൾ ഇന്നൊരു സാറ്റർഡേ വ്ലോഗാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ 2-3 മാസമായിട്ട് ഇത് തന്നെയാണ് ഞങ്ങളുടെ ഒരു റൊട്ടീൻ എന്ന് പറയുന്നത്. ESA ഹോസ്പിറ്റലിലോട്ട് പോകുന്ന വഴിക്കുള്ള കാര്യമാണ് കേട്ടോ. അപ്പം 2 വീലർ ഞാൻ ഇപ്പോൾ എടുക്കത്തില്ല, കാരണം എന്ന് വെച്ചാൽ ഭയങ്കര മഴയാണ്. പിന്നെ ഇവിടെ NHൻ്റെ പണി കിടക്കുന്നതുകൊണ്ട് റോഡെല്ലാം കുളമാണ്. പിന്നെ എനിക്ക് കൈ വയ്യാത്തതുകൊണ്ട് എനിക്കിപ്പം കൊല്ലം വരെ ഒന്നും വണ്ടി ഓടിക്കാനും വയ്യ. അപ്പോൾ ഇതാകുമ്പോൾ സുഖമാണ്, നമ്മൾ ബസ്സിൽ കയറിയിരിക്കുക പോവുക. അന്നേരം ഇത് ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് ഞാൻ പോയപ്പോൾ നമ്മുടെ സാത്തിക്കുട്ടിക്ക് ബോറടിച്ചിട്ട് അവൾ അവിടെ ഇരുന്ന് ചുമ്മാ റീൽസ് എടുക്കുന്നിടക്കൊക്കെ കാണിക്കുക കേട്ടോ. ശരിക്കും പിള്ളേരായിട്ട് പോകാൻ നേരം ഭയങ്കര രസമാണ്. സാത്തിയെ കൊണ്ട് ഇങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അധികം പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇതാണ് കൊല്ലത്ത് നമ്മുടെ ESA ഹോസ്പിറ്റൽ. ഇവിടെ ഇവൾക്ക് ഒരു റൂട്ട് കനാലിങ് ഉണ്ടായിരുന്നു, പിന്നെ ഐ ടെസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവളുടെ കണ്ണാടി മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ കറൻ്റ്ലി ഈ ഒരു ഇതല്ല യൂസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് 6 മാസം കൂടുമ്പം മസ്റ്റായിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്തേക്കണം. ഇവളുടെ പവറിൽ ഒരുപാട് ചേഞ്ച് വന്നു. അതിൻ്റെ ഒരു പാർട്ടായിട്ടായിരുന്നു ഇവൾക്ക് തലവേദന വന്നത് എന്നാണ് ഇപ്പം റീസെൻ്റായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉച്ച സമയമൊക്കെ ആയപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ESA ഹോസ്പിറ്റലിൽ പോകാമെന്ന് വിചാരിച്ച് ഇതേകൾക്ക് നല്ല ഫുഡ് കഴിക്കുക, ഷോപ്പിംഗ് നടത്തുക, മൊത്തത്തിൽ ഇതൊരു അടിച്ചുപൊളി ഒരു വൈബാണ്. ആദ്യമൊക്കെ ഭയങ്കര വിഷമമായിരുന്നു ഇവളെ കൊണ്ട് പോകാൻ നേരം. പിന്നെ സ്ഥിരം പോക്കായപ്പം പിന്നെ ഞങ്ങൾ എൻജോയ് ചെയ്ത് പോകാൻ തുടങ്ങി. ഇത് അവിടുത്തെ ഫുട്പാത്തിൽ തന്നെ ഞങ്ങൾ നടക്കുക കേട്ടോ. അപ്പം ഞാൻ നേരത്തെ കണ്ടില്ലേ ആ ഒരു റെസ്റ്റോറൻ്റ് എന്ന് വെച്ചാൽ ഭയങ്കര നല്ല കേട്ടോ. അറബിക് കഫേയോ അങ്ങനെ കണ്ട് നമ്മൾ ചിന്നക്കടയിൽ തന്നെ ഉള്ളതാണ്. ഞങ്ങൾ ആദ്യമേ സലിം ഹോട്ടലിലായിരുന്നു കയറിയത്. പക്ഷേ അത്ര അവർ പറയുന്ന അത്ര പബ്ലിസിറ്റിയുടെ ഇതൊന്നും ബിരിയാണിക്ക് അത്ര ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയില്ല. നല്ല ഒരു ബിരിയാണിക്ക് 200 റുപ്പീസുമാണ്. പക്ഷേ ഇവിടെ എനിക്കൊന്ന് 140 നല്ലതായിരുന്നു കേട്ടോ. നല്ല ഉഗ്രൻ ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇത് ഞങ്ങൾ കൊട്ടിയത്തേക്ക് തിരിച്ചു പോകുന്നത് കേട്ടോ. എന്നിട്ട് സാത്തി എങ്ങനെ സ്ഥിരം പരിപാടി എന്ന് വെച്ചാൽ ബസ്സിൽ കയറിയ ഉടൻ സൈഡ് സീറ്റ് പിടിക്കുക, എന്നിട്ട് അമ്മയെ ഞാൻ ഉറങ്ങുക, കൊട്ടി എത്താൻ നേരം വിളിക്കണേന്ന് പറയും. ഞാൻ ഓക്കെ പറഞ്ഞിട്ട് അവൾ നല്ല ലാവിഷായിട്ട് കിടന്ന് ഉറങ്ങും. അവിടെ ചെല്ലുമ്പം ഞാൻ വിളിക്കും. ഇവിടെയാണെങ്കിൽ അത്യാവശ്യം മഴയും അതിൻ്റെ തിരക്കും ഒക്കെ ആയിരുന്നു. അന്നേരം കുഞ്ഞ് ഭയങ്കര റിലാക്സ് ചെയ്തിങ്ങനെ ഉറങ്ങുന്നുണ്ടായിരുന്നു. ശരിക്കും സാറ്റർഡേയ്സ് എന്ന് വിചാരിച്ചാൽ ഞങ്ങൾ തിരിച്ച് ചെന്നെത്തുമ്പം തന്നെ ഒരു 3 മണി ആ ഒരു ടൈമൊക്കെ ആവും. ഇത് നമ്മുടെ മേവറോ കേട്ടോ. ആ മേവറത്ത് കൂടെ പോകാൻ നേരം അവിടെയൊക്കെ ഇപ്പോൾ പണിയാണല്ലോ, എല്ലായിടത്തും പണിയും പിന്നെ റോഡൊക്കെ കുടിച്ചാളാം. അപ്പം ഞാൻ ഇത് വീട്ടിലെത്തിയപ്പോൾ സാത്തിയും കണ്ട് എടുത്ത ഒരു വീഡിയോ ആണ്. ഞാൻ ആകെ കൂടി ടയേർഡായി. പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് നേരെ ചെന്ന് കുളിച്ച് രണ്ടുപേരും കുളിച്ച് ഫ്രഷായി ഇങ്ങനെ ഇരിക്കുകയാണ്. എനിക്കാണെങ്കിൽ ഭയങ്കര ക്ഷീണം. തലേ ദിവസം നൈറ്റ് ഷിഫ്റ്റ് അല്ലേ, 2:30 വരെ വർക്ക് ചെയ്തിട്ട് പിറ്റേ ദിവസം ഞാൻ രാവിലെ 7 മണിയല്ല 6:30 ആകുമ്പോൾ എണീച്ച് എല്ലാം റെഡിയായി ഒരു 7-7:30 ആകുമ്പോൾ ഞങ്ങൾ തിരിക്കും. ഈ ഒരു സമയം എന്ന് വെച്ചാൽ എനിക്ക് വന്ന് കുറച്ച് നാൾക്ക് മുമ്പ് എടുത്ത വീഡിയോ കേട്ടോ. അത് ആ മരങ്ങളൊക്കെ ഇപ്പോഴും അത് കാണുന്നത്. കഴിഞ്ഞ വീഡിയോസ് ഞാൻ പറഞ്ഞിട്ടില്ലേ, ആ മരങ്ങളൊക്കെ അവിടെ നിന്ന് മുറിച്ച് കളഞ്ഞുകൊണ്ട്. അപ്പോൾ പിറ്റേ ദിവസം നമുക്ക് തുടങ്ങാം. അപ്പോൾ സാത്തിക്കുട്ടിയുടെ രാവിലെ ബ്രഷിങ്. അപ്പോൾ പിള്ളേരുണ്ടെങ്കിൽ അവർ രാവിലത്തെ ബ്രഷിങ് അവൾ തന്നെത്താനെ കേട്ടോ ചെയ്യുന്നത്. രാത്രിത്തത് ഞാൻ ചെയ്യിപ്പിച്ച് കൊടുക്കും. റൂട്ട് കനാലൊക്കെ കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞേക്കുവാണ് ചോക്ലേറ്റ്സ് ഒക്കെ അങ്ങ് ഒഴിവാക്കി നന്നായിട്ട് ബ്രഷ് ചെയ്യണം. എസ്പെഷ്യലി ഭയങ്കര ഫുഡൊക്കെ ഭയങ്കര താല്പര്യമുള്ള പിള്ളേരാണെങ്കിൽ അത് കഴിച്ചതിന് ശേഷം ഉറപ്പായിട്ടും ബ്രഷ് ചെയ്യണമെന്ന്. അന്നേരം ഞാനിത് സ്റ്റെയർസിൻ്റെ സൈഡിലാട്ടോ ഈ ഫോൺ ഇങ്ങനെ വെച്ചേക്കുന്നത്. പക്ഷെ ഞങ്ങൾ എത്തിയൊക്കെ നോക്കിയിട്ട് ശരിയാവുന്നില്ല അതിൻ്റെ ഒരു ഫോക്കസ് ആയിട്ട്. നമ്മൾ ശരിക്കും ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുക്കുമ്പോൾ ഉണ്ടല്ലോ, ഇതെടുത്ത് ക്യാമറ എടുത്ത് സെറ്റ് ചെയ്യുന്ന കാര്യം ഭയങ്കര ഒരു പാടാണ്. അപ്പോൾ സാത്തിക്കുട്ടിക്ക് ഞാനിപ്പോൾ സോപ്പ് വെച്ചിട്ടല്ല മുഖം കഴുകി കൊടുക്കുന്നത്, കടലമാവാണ്. സ്ഥിരം ഞങ്ങളിപ്പം കടലമാവാണ് കേട്ടോ സോപ്പിന് പകരം യൂസ് ചെയ്യുന്നത്. എനിക്കൊന്നും അത്യാവശ്യം നല്ല അഴുക്കും പോകുന്നുണ്ട്. അന്നേരം സാത്തിയെടുത്ത് ഇത് പറയേണ്ട കാര്യമില്ല, അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം തന്നെ ഇരുന്ന് ചെയ്തോളും. അപ്പോൾ ഡെയിലി രാവിലെ എണീച്ചിട്ട് നമ്മൾ മുടി ഒന്ന് ജസ്റ്റ് കെട്ടി കൊടുക്കുക. പിന്നെ കടലമാവിട്ട ആളങ്ങ് മുഖമൊക്കെ കഴുകി പല്ലൊക്കെ തേച്ച് സ്വന്തമായിട്ട് തന്നെ അതൊക്കെ ചെയ്തോളും. ഇപ്പോൾ 7 വയസ്സായില്ലേ,
ഒരു 5 വയസ്സ് തൊട്ടൊക്കെ നമ്മൾ ഇങ്ങനത്തെ ഡെയിലി ഹാബിറ്റ്സിലെ അതൊക്കെ ഒന്ന് ശീലിപ്പിക്കുന്നത് നല്ലേ. എല്ലായ്പ്പോഴും നമ്മൾ തന്നെ ചെയ്തു കൊടുത്താൽ പിള്ളേരെ ബ്രെയിൻ അധികം വർക്ക് ചെയ്യത്തില്ല. അവർ ഭയങ്കര മടിയന്മാരും മടിച്ചികളും ഒക്കെ ആയിപ്പോകും കേട്ടോ. ഇനി അടുത്തൊരു ഗുസ്തി പിടുത്തമെന്ന് വിചാരിച്ചാൽ ഒരിത്തിരി മുടിയുണ്ടെങ്കിലും അത് കെട്ടാൻ വേണ്ടി ഞാൻ സത്യം കൂടി ഒരൊറ്റ ഗുസ്തി പിടുത്തോ. അതിൻ്റെ ഇടയ്ക്ക് രാവിലെ അവളെ അതുപോലെ അവൾക്കൊരു കോൾഡ്, ഒരു ചുമ, ഒരു ഉച്ചവരെയൊക്കെ കാണത്തുള്ളൂ കേട്ടോ. അന്നേരം ഇപ്പം അങ്ങ് മാറും. ഞാൻ രാവിലെ മീൻ വെള്ളത്തിൽ നമ്മൾ ജോലി തുടങ്ങുന്ന മുമ്പേ അങ്ങ് ഇട്ട് കഴിയുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിയുമ്പം നേരെ മീൻ വെട്ടി അത് കറിയും കൂടെ വെച്ച് കഴിയുമ്പം നമ്മുടെ പരിപാടി തീരുമല്ലോ. പക്ഷെ എന്നെ സംബന്ധിച്ച് ഈ മീൻ കട്ട് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഒരു ദൗത്യം കേട്ടോ. എൻ്റെ ഒത്തിരി സമയം പോകുന്നത് അങ്ങനെയാണ്. ഇവിടെ സാത്തിക്കുട്ടി ഞങ്ങളെ മീൻ വളർത്തുന്ന ആ മീനെ നോക്കിക്കൊണ്ടിരിക്കുക. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മീനുകളെ. ഫുൾ ടൈം അതിനെ നോക്കി അതിങ്ങനെ ഓടുന്നു, അതിങ്ങനെ ഒളിച്ച് കളിക്കുന്നു, അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് ഭയങ്കര ക്രിയേഷനാണ്. അന്നേരം ആൾക്ക് ഒന്നരാടമാണ് നമ്മൾ ഫിഷ് ഫുഡൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അത് ഫിഷ് ഫുഡ് ഇട്ട് കൊടുക്കാൻ തന്നെ മീനുകൾ ഓടി വന്ന് കൊത്തി ഇങ്ങനെ കഴിക്കത്തില്ലേ. അവിടെ സത്യം പറയുന്നു, എന്തിനാക്രാന്തി ഇതിന്, അങ്ങനെ ഇങ്ങനെയാണ് അതൊക്കെ. ഞാൻ സത്യം പറയല്ലോ ഇതിനെ തിരിഞ്ഞു പോലും നോക്കാറില്ല. പക്ഷെ ഈ ഇടയെ ഒരെണ്ണം ഇങ്ങനെ ചത്ത് കിടന്നു എന്ന് പറഞ്ഞു. നമ്മളങ്ങനെ മീനുകൾ ചത്ത് കിടക്കുവാണെങ്കിൽ ആ വെള്ളം അപ്പോഴേ മാറ്റണം, അല്ലെങ്കിൽ ബാക്കിയുള്ള മീനുകളും ചാവാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്കിനിയിപ്പം അടുത്ത ദിവസങ്ങളിൽ മീനൊക്കെ മാറ്റുക. പക്ഷേ ഇങ്ങനത്തെ വലിയ പ്ലാസ്റ്റിക് ഇത് മേടിക്കുകയാണെങ്കിൽ നമ്മൾ മീനിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി വലിയ താമസം എടുക്കത്തില്ല കേട്ടോ. അന്നേരം ഇനി അടുത്തതെന്ന് വിചാരിച്ചാൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി അടുക്കളയിൽ പോയപ്പോഴാണ് ഇവിടെ പെരും മഴയെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലെന്നേ. ഇവിടെ ഭയങ്കര മഴയും ഈ കാലം തെറ്റിയുള്ള മഴയെന്നൊക്കെ പറയത്തില്ലേ, ശരിക്കും പറഞ്ഞാൽ ഒരു ജൂൺ കംപ്ലീറ്റൊക്കെ ആകുമ്പം ജൂലൈ ആകുമ്പോൾ ഒന്നും ഇത്രയും മഴയ്ക്കുള്ള ചാൻസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇവിടെയൊക്കെ പെരും മഴ. സാത്തിക്കുട്ടി പുറത്തിറങ്ങാനുള്ള ഒരു ഇതിലായിരുന്നു. ഞാൻ പിന്നെ വഴക്ക് പറഞ്ഞു. ഒന്നാമതിപ്പം ഭയങ്കര പനിയും കാര്യങ്ങളും ഒക്കെ. അപ്പം അവൾ അവിടെ ഇരുന്ന് ഡാൻസ് കളിക്കുക കേട്ടോ. അന്നേരം ഞാൻ എൻ്റെ ചെടിയും കൂടെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു എവിടം വരെ ആയെന്ന്. നമ്മൾ ശരിക്കുണ്ടല്ലോ ഈ നമുക്ക് പിടിക്കാത്ത ചെടികളൊക്കെ പിടിപ്പിക്കുന്ന ഒരു സമയം ഈ മഴക്കാലം കേട്ടോ. കുറേ വിത്തുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾ മടിയന്മാരൊക്കെ ആണെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ വളർന്നോളും. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഈ ഷെയ്ഡിൽ പിടിപ്പിച്ചിരിക്കുന്ന എല്ലാ ചെടികളും ഇപ്പം നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ നടുക്ക് ഒരു സ്റ്റോൺ കണക്ക് ഒരു വരി കെട്ടുന്നത് നന്നായിരിക്കും. നമുക്ക് വെള്ളം ഒഴിക്കാനാണെങ്കിലും അതിലേക്കൂടെ പോകാനാണെങ്കിലും ഒക്കെ നല്ലൊരു സൗകര്യമാണ്. അന്നേരം ഇന്ന് ദോശയാണ്. അവൾക്ക് ഞാൻ ദോശ ഉണ്ടാക്കിയിട്ട് എനിക്കിങ്ങനെ ഓട്സ് കുടിക്കുന്നതിനെ പറ്റി ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. എനിക്കിങ്ങനെ ഓരോ മൂഡാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ദോശമാവ് എനിക്ക് തോന്നുന്ന കമ്പാരിറ്റീവ്ലി ഭയങ്കര കുറവാണ്. അപ്പോൾ അവൾക്ക് 2 ദോശയും പിന്നെ നമ്മുടെ ചമ്മന്തിപ്പൊടിയാണ് കേട്ടോ. അപ്പം ചമ്മന്തിപ്പൊടി ഉണ്ടോണ്ട് ആൾക്ക് അത് മതി. സാമ്പാർ വെച്ചാലും ഉണ്ടല്ലോ 2 ദിവസം കഴിയുമ്പോൾ നമുക്ക് കേടാവില്ലേ. കുറേ ദിവസമൊന്നും ഇരിക്കത്തില്ലല്ലോ. പിന്നെ ഡെയിലി ഇട്ട് സാമ്പാർ വെക്കാനുള്ള സമയം എനിക്ക് കിട്ടാറില്ല. അന്നേരം എനിക്കുള്ള ഓട്സിനുള്ള വെള്ളമാണ് എടുത്തേക്കുന്നത്. ഇതിനകത്ത് ഞാനിപ്പോൾ പരലുപ്പാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് അത് നല്ലതാണെന്ന് പറയും. പണ്ട് എൻ്റെ വീട്ടിലൊക്കെ എൻ്റെ അമ്മ പരലുപ്പായിരുന്നു യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ അവരൊക്കെ പൊടി ഉപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് പഞ്ചസാര, ഓട്സ്. ശരിക്കും വെള്ളം നന്നായിട്ട് തിളച്ച് വെച്ചതിന് ശേഷം, അതായത് പഞ്ചസാരയും ഉപ്പും കൂടി ഇട്ട് തിളപ്പിച്ചതിന് ശേഷം ആ ഓട്സ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ ഓഫ് ചെയ്യണമെന്നാണ് പറയുന്നത്. എനിക്കുള്ള മടിക്ക് ഞാൻ ഇതെല്ലാം കൂടെ ഒരുമിച്ചിടുക, എല്ലാം കൂടെ തിളയ്ക്കുക, ഓഫ് ചെയ്യുക, ആ ഒരൊറ്റ പരിപാടിയേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലേ, ടൈം സേവിങ് ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ പരിപാടികളും നമ്മുടെ കയ്യിലുണ്ട്. എസ്പെഷ്യലി വർക്കിംഗ് വിമൻസ് ആണെങ്കിൽ നമ്മളെല്ലാ ഷോർട്ട് കട്ടും പഠിച്ചു വെക്കും. കാരണം ഇത് ആഹാരം എന്തായാലും നമുക്ക് ഉണ്ടാക്കാതിരിക്കാൻ പറ്റത്തില്ല, നമുക്ക് കഴിക്കാതിരിക്കില്ല. ഇനി അടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ കിച്ചണിൽ ക്ലീനിങ്, ഒരു ഹൈജീനിറ്റി ഒരു പാർട്ടായിട്ട് ഇത് ഈ ഗ്രീൻ കളർ എന്ന് വിചാരിച്ചാൽ എൻ്റെ പാത്രം തുടയ്ക്കുന്നതും മറ്റേ ആ റെഡ് കളർ എന്ന് വെച്ചാൽ എൻ്റെ കൈ തുടയ്ക്കുന്ന തുണിയുമാണ് കേട്ടോ. നമ്മളെപ്പോഴും കൈ തുടയ്ക്കാൻ വേണ്ടി അടുക്കളയിൽ എപ്പോഴും യൂസ് ചെയ്യുക ഒരു സെപ്പറേറ്റ് തുണി, അത് നമ്മുടെ ഒരു വൃത്തിയുടെ ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ ഞാൻ ഇങ്ങനെ ഈ ചിലയിടത്തൊക്കെ ഇങ്ങനെ വിം ലിക്വിഡ് മുക്കിയല്ലേ യൂസ് ചെയ്യുന്നത്, ഞാൻ അങ്ങനെയല്ല. വിം ലിക്വിഡ് മുക്കി ഇത് ചെയ്യാതെ വെക്കുക, ആ ഒരു കുപ്പിക്കകത്താക്കി വെക്കും. പിന്നെ ഹാൻഡ് വാഷും അതുപോലെ സ്ക്രബ്ബർ എപ്പോഴും നമ്മൾ മാസാമാസം സ്ക്രബ്ബർ ഈ രണ്ട് സ്ക്രബ്ബർ മാറ്റിയിരിക്കുന്നത് നന്നായിരിക്കും. അത് വെക്കുന്ന ആ ഒരു ബോക്സിലെ ആ ബോക്സ് ഇടയ്ക്കിടയ്ക്ക്
ഒന്നിരാടം കഴുകുന്നതും നന്നായിരിക്കും. ഇത് എൻ്റെ ടു ഡു ലിസ്റ്റ് അല്ല കേട്ടോ, നമ്മുടെ കിച്ചണിൽ സാധനങ്ങൾ തീരുന്നത് നമ്മൾ ആ കിച്ചണിൽ ഇരുന്നിട്ടല്ലേ ഓർക്കുക. അപ്പോൾ ഇതിൽ വെച്ചിട്ട് ഈ ഒരു വൈറ്റ് ബോർഡിനകത്ത് ഞാൻ എഴുതിയിടും. അതുകൊണ്ട് ഫോട്ടോ എടുത്തിട്ട് ഷോപ്പിങ്ങിന് പോകുന്നേരം സാധനം വാങ്ങും. അപ്പം ആ ഒരു കിച്ചൺ ഹൈജീനിറ്റിയെ പറ്റി ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഈയിടെ ഞാനൊരു വീഡിയോ ഉണ്ട്. അപ്പോൾ അവർ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞപ്പം എനിക്കും തോന്നി ശരിയാണ്, കൈ തുടയ്ക്കാനൊരു തുണി. പക്ഷേ ഈ തുണി ഞാൻ നേരത്തെ യൂസ് ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് പറഞ്ഞും കൂടെ തരണം. ഇപ്പോൾ അറിയാത്ത ഒത്തിരി ആൾക്കാരുണ്ടല്ലോ. നമ്മളെപ്പോഴും നമ്മൾ കിച്ചണിൽ ഇരുന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കാൻ നേരമായിരിക്കും നമുക്ക് ഈ എന്താ പറയുക പൊടികൾ അങ്ങനത്തെ ഉണങ്ങിയ സാധനങ്ങളൊക്കെ എടുക്കേണ്ട ആവശ്യം വരും. അപ്പോൾ നമ്മൾ ഈ ഒരു തുണി ഉപയോഗിച്ച് നമ്മുടെ കൈയൊക്കെ വൃത്തിയായിട്ട് തുടയ്ക്കുക. അതുപോലെ ഫോൺ വരും, ചിലപ്പോൾ ആൾക്കാർ വരാൻ നേരം നമ്മൾ ഇതൊക്കെ ഒന്ന് നമ്മുടെ കയ്യിൽ ടവലുണ്ടെങ്കിൽ അത് ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും. അതുപോലെ തന്നെ ഒരു 2-3 ദിവസം കൂടുമ്പോൾ അത് കഴുകി സൺലൈറ്റ് നന്നായിട്ട് പിന്നെ ഉണക്കിയെടുക്കുന്നതും നല്ലതായിരിക്കും. നമ്മൾ ഭയങ്കര വലിയ വൃത്തിക്കാരൊന്നും ആയില്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം ഇതെന്ന് വിചാരിച്ചാൽ ഞാൻ പാല് കാച്ചി വെച്ചിട്ട് ഈ ഉറയ്ക്കുവാണ്. ഇതെന്ന് വിചാരിച്ചാൽ നമ്മുടെ മിൽമ തൈരില്ലേ, അത് വെച്ചിട്ട് തന്നെ ഞാൻ ഉറയ്ക്കും. പാല് കാച്ചാണ്ട് തണുപ്പ് മാറ്റിയിട്ട് നമ്മളിങ്ങനെ ഒഴിച്ചാലും ഉറ കിട്ടുമെന്ന് പറയുന്നത്. എനിക്കെപ്പോഴും കട്ട തൈര് കിട്ടുന്നതെന്ന് വിചാരിച്ചാൽ ഇങ്ങനെ മിൽമ പാല് അതിൻ്റെ കേട് വെച്ചിട്ട് ബാക്കിയെല്ലാം പാല് കാച്ചിയിട്ട് അതിനകത്ത് ഒഴിക്കാൻ നേരമാണ് എനിക്ക് കിട്ടുന്നത്. അന്നേരം ബാക്കി കുറച്ച് വന്നിട്ടുണ്ട്. അതിപ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ തന്നെ കുടിക്കുക. ഞാനിപ്പോഴുണ്ടല്ലോ കുറച്ച് ശീലങ്ങൾ സാത്തിക്കുട്ടി വന്നതിന് ശേഷം മാറ്റിയിട്ടുണ്ട്. അവൾക്ക് വൈകുന്നേരം ബൂസ്റ്റാണ്, അതുകൊണ്ട് ഞാനും ഇപ്പം ബൂസ്റ്റാണ് കുടിക്കുന്നത്. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ എനിക്ക് ചായ ഉണ്ടാക്കണം, അവൾക്ക് ബൂസ്റ്റ് ഉണ്ടാക്കണം. എളുപ്പം പണിക്കെന്ന് വിചാരിച്ചാൽ അവൾ ബൂസ്റ്റ് കുടിക്കാൻ നേരം കൂട്ടത്തിൽ എനിക്കും കൂടെ കിട്ടാൻ മതിയല്ലോ. അപ്പോൾ ബാലൻസ് പാൽ വന്നപ്പോൾ അതിനകത്ത് കുറച്ച് പഞ്ചസാര ഇട്ട് കലക്കി അത് അങ്ങ് കുടിക്കുക. അപ്പം നമ്മൾ വീട്ടമ്മ ആകുമ്പോൾ നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കുന്നതെന്ന് വിചാരിച്ചാൽ എന്തുവാ, ഈ ഫുഡ് ഐറ്റംസ് ഒന്നും വേസ്റ്റ് ചെയ്യാതിരിക്കാൻ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കും. പക്ഷേ ഉണ്ടെങ്കിൽ നമ്മുടെ കൊച്ചിലെ അല്ലെങ്കിൽ നമ്മുടെ ടീനേജ് സമയത്ത് നമ്മുടെ അമ്മമാർ ഇത് പറയുമ്പം ശരിക്കും നമുക്ക് ഇഷ്ടപ്പെടാറില്ലല്ലോ. അതിനൊന്നും നമുക്ക് വലിയ വാല്യൂസ് ഇല്ല. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അമ്മയാകുമ്പോഴാണ് അതിൻ്റെ ഒരു വാല്യൂ നമ്മൾ മനസ്സിലാക്കുന്നത്. അതെപ്പോഴും ഒരു സത്യസന്ധമായിട്ടുള്ള കാര്യം കേട്ടോ. ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് കുറച്ച് രസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം എപ്പോഴും പുളിശ്ശേരിയാണല്ലോ, അപ്പോൾ തൈര് ഉറയ്ക്കുന്നേ ഉള്ളൂ. അപ്പോൾ തൈരില്ലാത്തതുകൊണ്ട് പുളിശ്ശേരിയില്ല, അതിന് പകരം രസം ഉണ്ടാക്കാം. എൻ്റെ രസമെന്ന് വിചാരിച്ചാൽ അത് ഭയങ്കര കോമഡിയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞുതരാം, ഇങ്ങനെയാണോ എക്സാക്റ്റായിട്ട് ഉണ്ടാക്കണേന്ന് എനിക്കറിയത്തില്ല. ഞാനിങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ജസ്റ്റ് എണ്ണ തിളപ്പിക്കുക, കടുകിടുക, അതിനകത്തോട്ട് നമ്മുടെ സവാള കടുകിട്ടിട്ട് അതിനകത്തോട്ട് ഞാൻ ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളിയും കൂടെ ചതച്ച് നല്ല വാട്ടിയതിന് ശേഷമാണ് നമ്മുടെ സവാള ഇട്ട് അതൊന്ന് മൂത്തതിന് ശേഷം മല്ലിപ്പൊടി കുറച്ചിടും, മുളക് പൊടി, പിന്നെ അതുപോലെ ഞാൻ കുറച്ച് ജീരകം, ഈയിടെ ആരോ പറഞ്ഞ്, ഞാൻ നേരത്തെ യൂസ് ചെയ്യത്തില്ലായിരുന്നു, ജീരകം ഇടുക. പിന്നെ എല്ലാവരും ഈ പുളി അതിനകത്ത് പിഴിഞ്ഞാണ് ഒഴിക്കുന്നത്. ഞാൻ എൻ്റെ മടിക്ക് പുളി അതിനകത്തങ്ങ് ഇട്ട് ഈ അരപ്പിൻ്റെ കൂടെ തന്നെയാണ് കേട്ടോ ഇടുക. പിന്നെ അതിനകത്ത് ഉലുവാപ്പൊടി കുറച്ച് ചേർക്കുക. പിന്നെ ലാസ്റ്റ് കായവും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ചും കൂടെ എണ്ണയൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ കൊച്ചുള്ളി ഇഷ്ടമുള്ളവർക്ക് ഇടാം കേട്ടോ. ഇവിടെ കൊച്ചുള്ളി ഞാനങ്ങനെ മേടിക്കുന്നത് മഴ സമയത്തെന്ന് വിചാരിച്ച് മേടിച്ച് വെച്ചിരുന്നാൽ പെട്ടെന്ന് ചീത്താവും. ഇപ്പം ഞങ്ങൾക്ക് 2 പേർക്ക് ഉള്ളതുകൊണ്ട് കൊച്ചുള്ളിക്ക് അധികം ഇവിടെ ചിലവുമില്ല. എന്നിട്ട് ഞാൻ ഇപ്പോൾ സവാളയാണ്. ഇപ്പോൾ സവാളയാണെങ്കിൽ കുറച്ച് നാളിരിക്കുമ്പോൾ ഉണ്ടല്ലോ, മഴക്കാലം ആകുമ്പോൾ 2-3 ദിവസം ഇരിക്കുമ്പോൾ അത് അഴുകുന്നുണ്ട്, ഒട്ടും സൺലൈറ്റ് തട്ടുന്നില്ലല്ലോ. അന്നേരം അത് ഇപ്പോൾ ഇത് ഇത്രയും നല്ല മൂപ്പിച്ചതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് നല്ല തിളപ്പിച്ച് അതിനകത്ത് മല്ലിയില ഇല്ലായിരുന്നു, അല്ലെങ്കിൽ മല്ലിയിലയോ കറിവേപ്പിലയോ എന്താണെന്ന് വിചാരിച്ചാൽ ഇടാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഉലുവാപ്പൊടി കുറച്ചും കൂടെ ഒന്ന് വേണമെന്ന്, ഞാൻ കുറച്ച് നന്നായിട്ട് ഉലുവാപ്പൊടിയൊക്കെ ഇടും കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഉലുവാപ്പൊടിക്ക് അത്ര വലിയ വീര്യമൊന്നുമില്ല, അത്ര ഒരു ഡിമ്മാണ്, കുറേ നാളായി പൊടിപ്പിച്ച് വെച്ചിട്ടേ. അതിന് ശേഷം കുറച്ചും കൂടെ കായം ഞാനിട്ട് ഇനി അത് ഇത്ര അടച്ച് വെക്കുക, അത് തിളപ്പിച്ചെടുക്കുക. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒരു രീതി ഇങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ ഈ പ്രാവശ്യം മല്ലിയിലയും കറിവേപ്പിലയും ഒന്നുമില്ല, കാരണം ഞാൻ മഴയായതുകൊണ്ട് പുറത്തോട്ടേ ഇറങ്ങത്തില്ല. ഞങ്ങളുടെ ഇവിടുത്തെ റോഡ് കുളമായതുകൊണ്ട് കഴിയുന്നതും ഞാൻ ഒട്ടും ഇറങ്ങാറേ ഇല്ല. അത് കഴിഞ്ഞോട്ട് നമ്മുടെ
കറി ആവുന്ന നേരം കൊണ്ട് ഞാൻ ബാക്കി വന്ന കുറച്ച് ഇഞ്ചിയും ഇത് വെളുത്തുള്ളിയും കൂടെ ചതച്ച് ആ ഒരു ടിന്നിനകത്താക്കി ഫ്രിഡ്ജിൽ വെച്ചേക്കും. നമുക്ക് ഫ്രിഡ്ജിൽ കുറച്ച് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ തേങ്ങ തിരുമ്മി വെക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കുവാണെങ്കിലേ നമ്മളെ പണിയെല്ലാം ശരിക്കും പറഞ്ഞാൽ അധിക സമയമൊന്നും എടുക്കത്തില്ല, പെട്ടെന്ന് തീർക്കാൻ പറ്റും. പിന്നീട് നമ്മൾ ആ അടുക്കള നീറ്റായി എപ്പോഴും വെച്ചേക്കാൻ വേണ്ടി ഒരേ ഒരു ടെക്നിക്കുണ്ട്. ഒരു മെയിൻ വലിയ ടെക്നിക്ക് എന്ന് വെച്ചാൽ ഓപ്പൺ കിച്ചൺ ആക്കുക. കാരണം നാട്ടുകാർ കാണുമെന്ന് വിചാരിച്ച് നമ്മൾ കഴിയുന്നതും അത് ക്ലീൻ ചെയ്തിടാനുള്ള ടെൻഡൻസി നമുക്ക് ഭയങ്കര കൂടുതലായിരിക്കും. ഈ ഓപ്പൺ കിച്ചൺ ഉള്ള ആ ഒരു ഇതിലൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഞാൻ ഫസ്റ്റ് നമ്മൾ ഫ്രണ്ടിൽ കയറി ഇരിക്കാൻ നേരം കിച്ചണൊക്കെ ഫുള്ള് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഞാൻ അടുക്കളയിലെ പാത്രങ്ങളൊന്നും അങ്ങനെ ഇട്ടേക്കാറില്ല. എല്ലാം കഴുകി വൃത്തിയാക്കി സിങ്ക് കഴുകിയിട്ടിട്ട്, എസ്പെഷ്യലി അടുക്കളയിലെ സ്റ്റൗവ് ആ ഏരിയയൊക്കെ എനിക്ക് എപ്പോഴും നല്ല ക്ലീനും പെർഫെക്റ്റും ആയിരിക്കണം കേട്ടോ. എപ്പോഴും എണ്ണ തെറിക്കുക അങ്ങനത്തെ പരിപാടിയില്ലേ. പിന്നെ ഞാൻ ഇടയ്ക്ക് ഒന്നും ക്ലീൻ ചെയ്യാറില്ല. കാരണം നമ്മളെപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടി സമയം കിട്ടാറില്ല. എല്ലാം കഴിഞ്ഞ് പിന്നെ ഈ എന്താ പറയുക, ഈ വാഷിംഗ് എന്ന് വിചാരിച്ചാൽ നമ്മുടെ ഡിഷ് വാഷ് ചില സമയമുണ്ടല്ലോ, നമ്മളെല്ലാ പാത്രങ്ങളും കൊണ്ട് കഴുകിയാലും ഒന്ന് സ്പൂണോ കിണ്ണിയോ എന്തെങ്കിലുമൊക്കെ ബാലൻസ് വരും. അപ്പോൾ ആ ഒരു പരിപാടികളെല്ലാം കൂടെ കഴിയുന്ന മുമ്പേ ഞാൻ ആദ്യമേ സ്ലാബൊക്കെ തുടച്ച് വൃത്തിയാക്കി എല്ലാ പാത്രങ്ങളും ആ സിങ്കിനകത്ത് ഇട്ടിട്ട് എല്ലാം കഴുകും. അതിനുശേഷം ഞാൻ കൊച്ചൊരു ലൈബോയ് സോപ്പോ അല്ലെങ്കിൽ ഒരു 10 രൂപയ്ക്ക് നമ്മൾ സോപ്പ് മേടിക്കില്ലേ, ആ ഒരു സോപ്പ് ഉപയോഗിച്ച് ആ അടുക്കളയിൽ തുടച്ച തുണി നന്നായിട്ട് വൃത്തിയായിട്ട് സോപ്പിട്ട് കഴുകിയിട്ട് അത് അക്ഷയിലൊന്ന് വിരിച്ചിടുക. എല്ലാ ദിവസവും നമ്മൾ ഓരോ ദിവസവും യൂസ് ചെയ്ത തുണി നന്നായിട്ട് സോപ്പിട്ട്, ഞാൻ കുളിക്കുന്ന സോപ്പ് ഇടിച്ച് കേട്ടോ, അത് കഴുകുന്ന നല്ല മണമാണ്. അപ്പോൾ അത് വെച്ചിട്ട് എന്നിട്ട് അത് വെച്ച് കഴുകി നമ്മൾ അക്ഷയിൽ കൊണ്ടിട്ട് അതൊന്ന് വെയിൽ കൊള്ളിച്ചിട്ട് വേണം പിറ്റേ ദിവസം എടുക്കാൻ വേണ്ടി. അടുക്കള തുടയ്ക്കാൻ വേണ്ടി 1-2 തുണി വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് കേട്ടോ. ഒരുപാട് അഴുക്ക് പിടിച്ച തുണികൾ കഴിയുന്നതും ഉപയോഗിക്കരുത്. ഇനി എൻ്റെ അടുക്കളയിൽ ജോലിയെല്ലാം കഴിഞ്ഞു. നമ്മുടെ സാന്തിക്കുട്ടിയുടെ പ്രൊജക്റ്റാണ് കേട്ടോ, പ്രൊജക്റ്റല്ല, ഇവർക്ക് വിചിത്രോ എന്ന് പറഞ്ഞൊരു ബുക്കോ അങ്ങനെ ഒരു ബുക്കുണ്ട്. ഇതിനകത്ത് ഇവർക്ക് കുറേ ടോപ്പിക്ക് കൊടുക്കും, റാൻഡം ടോപ്പിക്കാണ്. അപ്പോൾ അതിൻ്റെ പിക്ചേഴ്സൊക്കെ നമ്മൾ എവിടെന്നെങ്കിലുമൊക്കെ കളക്ട് ചെയ്തിട്ട് ഒട്ടിക്കണം. ശരിക്കുണ്ടല്ലോ ഭയങ്കര ടാസ്ക്കാണ്. കാരണം എന്ന് വെച്ചാൽ ഞാനിത് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുപ്പിച്ചേക്കുന്നതാണ് കേട്ടോ. നമുക്ക് മേടിക്കാനൊന്നും കിട്ടത്തില്ല ബുക്ക് സ്റ്റോളിൽ. കാരണം ബുക്ക് സ്റ്റോളിൽ മേടിക്കുന്നത് ഒരെണ്ണം ഒരു സെറ്റ് ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിന്നും കാണാൻ കീറാൻ പറ്റുമോയെന്ന്. അപ്പോൾ ഒരു രക്ഷയില്ല, ചിലതൊന്നും അങ്ങനെ കിട്ടുന്നില്ല. പിന്നെ ഞാൻ നെറ്റിൽ നിന്ന് പടങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഒരു വേർഡ് ഡോക്യുമെൻറ്റിനകത്ത് എല്ലാം സേവ് ചെയ്ത് ഒരു 2-3 പടം ഒരുമിച്ച് സേവ് ചെയ്തിട്ട് അതുകൊണ്ട് പ്രിൻ്റ് ഔട്ട് എടുപ്പിച്ചിട്ട് വെട്ടി ഒട്ടിക്കുന്ന സീനാണ് കേട്ടോ. അന്നേരം ഇത് കുറേ കാലം കൊണ്ട് അവർ മിസ്സ് പറയുമായിരുന്നു ഇതെല്ലാം ഒട്ടിച്ച് കൊടുത്ത് വിടണമെന്ന്. അവസാനം മിസ്സ് എനിക്ക് പേഴ്സണൽ മെസ്സേജ് ചെയ്ത് കൊച്ചിൻ്റെ ബുക്ക് കംപ്ലീറ്റഡ് അല്ല, ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് വിടണേന്ന് കേട്ടോ. നമ്മൾ ഇപ്പം സാത്തിക്കുട്ടിക്ക് ട്യൂഷനുണ്ട്, വലിയൊരു അനുഗ്രഹമാണ് എനിക്ക്. ഒന്നുമില്ല, അവർക്ക് ഹോംവർക്കെല്ലാം പറഞ്ഞു കൊടുക്കും. അന്നേരം എനിക്ക് തീരെ സമയം കിട്ടത്തില്ലെന്നേ വൈകുന്നേരം അവിടെ ശ്രദ്ധിക്കാൻ വേണ്ടി. ഇപ്പം അതുകൊണ്ട് ആ ഒരു ടെൻഷനിൽ നിന്ന് എനിക്ക് മുക്തിയുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ക്രാഫ്റ്റ് പരിപാടികളൊന്നും ട്യൂഷനിൽ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതെല്ലാം വീട്ടിൽ ഞാൻ തന്നെ വന്ന് ഇതെല്ലാം ഡൗൺലോഡ് ചെയ്ത് വെട്ടി ഒട്ടിക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ്. വെട്ടി ഒട്ടിക്കുന്നത് ആൾ തന്നെത്താൻ ചെയ്തോളും. എങ്കിലും ഇത് നമ്മൾ പ്രിൻ്റ് എടുത്ത സാധനമല്ലേ, ചിലപ്പോൾ കൊച്ച് വെട്ടാൻ നേരം എന്തെങ്കിലും കുളമായിക്കഴിഞ്ഞാൽ പിന്നും ഞാൻ പോകണം ഇത് ജംഗ്ഷൻ വരെ ഇതൊക്കെ വെട്ടി ഒട്ടിക്കാൻ. ഇത് സാത്തിക്കുട്ടിക്ക് കുറച്ചും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ നഗരത്തിൻ്റെ പടം, പിന്നെ അതുപോലെ തന്നെ തെങ്ങിൻ കൂട്ടത്തിൻ്റെ പടം, എൻ്റെ ദൈവമേ എനിക്കറിയത്തില്ല എന്തോരു കാര്യങ്ങളുണ്ടെന്നറിയാവോ. പഠിക്കാനും ഉണ്ട്, ഇതേ കണക്ക് ക്രാഫ്റ്റുകൾ ചെയ്യാനും ഉണ്ട്. ഇനി ഉച്ച സമയമായപ്പം എനിക്ക് ഭയങ്കരമായിട്ട് വിശപ്പായി. അപ്പോൾ ഞങ്ങൾ കുളിച്ചിട്ട് കഴിക്കണമെന്നൊക്കെ വിചാരിക്കും കേട്ടോ. ചില സമയങ്ങളിൽ അതൊന്നും നടക്കത്തില്ല. അത് ചോറ്, രസം. ഞാൻ രസത്തിനകത്ത് നേരത്തെ ഞാൻ മുളക് പൊടി ഇടുവായിരുന്നു പറഞ്ഞായിരുന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്ന ഇവിടെ കാശ്മീരി മുളക് പൊടി കേട്ടോ. അതാകുമ്പോൾ നല്ല കളറുമാണ്, അവൾക്ക് അത്ര എരി വേണ്ട. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇനി അടുത്ത എൻ്റെ ടാസ്ക് എന്ന് വിചാരിച്ചാൽ
ഈ ഒരു അലമാര, ഇതെൻ്റെ അലമാരയാണ് കേട്ടോ. ഇതിൻ്റെ ഒരു കോലം കണ്ടോ. ആക്ച്വലി ഇതെല്ലാം ഒതുക്കി അടുക്കി വെക്കാനുള്ള ഒരിതാണ്. അപ്പോൾ ഫസ്റ്റ് ഷെൽഫിൽ ഞാനിതെല്ലാം കൂടെ എടുത്ത് മാറ്റി. ഒത്തിരി സാധനങ്ങളും ഇങ്ങനെ അലങ്കോലമായി കിടക്കുന്നത്. ഇത് ശരിക്കും നമുക്ക് 2-3 അല്ലെങ്കിൽ മാസത്തിൽ ഒരു ദിവസം നമ്മൾ ക്ലീൻ ചെയ്യണം. ഞാൻ സാത്തിക്കുട്ടിയുടെ അലമാര ഇപ്പോൾ ആഴ്ച ക്ലീൻ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര എളുപ്പമുണ്ട് കേട്ടോ. എന്നിട്ട് എൻ്റെ അലമാരയുടെ കാര്യം വീണ്ടും കഷ്ടം തന്നെയാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഡ്രോ ആണ് കേട്ടോ ഇത് ഒതുക്കിയിരിക്കുന്നത്. ഫസ്റ്റ് ഡ്രോ എടുത്ത് ആ ബോക്സിനകത്ത് എല്ലാം അടുക്കി വെച്ചിട്ട് ഇനി അടുത്തത് എൻ്റെ ഡ്രസ്സെല്ലാം ഇങ്ങനെ ശരിക്കും അത് മടക്കാതെ കിടക്കുന്നതല്ല. അതാണ്ടാ ഇത് കണക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കി വെച്ചാൽ മതി. ഞാൻ ഇതെല്ലാം എടുത്ത് പുറത്തിട്ടിട്ട് അതാണ്ട ഒരു ഡ്രോ ജസ്റ്റ് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തു. ബാക്കി ഇത്ര സാധനങ്ങളും അറേഞ്ച് ചെയ്ത് വെച്ച് കേട്ടോ. ഇത് ശരിക്കും വീഡിയോയിൽ കാണിക്കാൻ നേരം പെട്ടെന്ന് തീർന്നാണ് കാണിക്കും. ആക്ച്വലി അങ്ങനെയല്ല, നല്ല മെനക്കേടാണ്. ഇതെല്ലാം എടുത്ത് പുറത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മടക്കി സെറ്റാക്കി വെച്ചാൽ നമുക്ക് ഒരുപാട് സ്പേസ് കിട്ടും. പിന്നെ മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് വിചാരിച്ചാൽ എന്താ അറിയാമോ, എൻ്റെ കാണാതായ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഞാനിവിടെ നോക്കാൻ വേണ്ടി സ്ഥലം എവിടെയില്ല നോക്കാം, അത്രയ്ക്ക് ഞാൻ കിടന്ന് നോക്കി. ഇതെന്ന് വിചാരിച്ചിട്ടുണ്ടല്ലോ എൻ്റെ പഴയ തുണിയാണ് കേട്ടോ. പഴയ തുണി ഞാനൊരു കവറിനകത്താക്കി വെച്ചിട്ടുണ്ട്. ഈ ആവശ്യക്കാരും എല്ലാം വരുവാണെങ്കിൽ ഞാൻ അപ്പോഴേ കൊടുക്കാം. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വീട്ടിൽ ഇടുന്ന ഡ്രസ്സുകൾ, അതെല്ലാം സെപ്പറേറ്റ് ആയിട്ട്. പിന്നെ എൻ്റെ ബാഗ്, മരുന്നുകൾ, ക്രീം, ഇതിനകത്ത് ഒരുങ്ങുന്നത് വലുതായിട്ട് വലിയ ഒരുക്കമൊന്നുമില്ല. എൻ്റെ മെയിൻ ഒരുക്കത്തിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ സൺസ്ക്രീമാണ്. എവിടെ പോയാലും ഞാൻ യൂസ് ചെയ്യുന്ന ഒരു കാര്യം സൺസ്ക്രീൻ മാത്രമാണ്. പിന്നെ ആ ഒരു ലൈനർ ടൈപ്പില്ലേ, ഐലൈനർ അല്ലാതെ നമ്മൾ ഐക്കാജലുണ്ട് നമുക്ക് കണ്ണിന് കിടക്കാം, അത്. പിന്നെ ഇത് ഞങ്ങളുടെ 2 പേരുടെ റെയിൻകോട്ട്, എൻ്റെ ബാഗ്. ഈ ബാഗിനകത്ത് നമ്മുടെ ഷോപ്പിങ്ങിൻ്റെ സാധനങ്ങൾ, സോപ്പുകൾ, പൗഡറുകൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കുന്നത്. അപ്പോൾ ഇത്രയാണ് കേട്ടോ എൻ്റെ അലമാരി. അപ്പോൾ ആ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഒതുക്കുന്നത് നന്നായിരിക്കും. ഇത് നമ്മുടെ സാത്തിക്കുട്ടിയുടെ ക്രിയേഷനാണ്. അപ്പോൾ അവളുടെ റൂമും ഇതേ കണക്ക് കോലമായി എല്ലാം ഇരിക്കുകയാണ്. അവിടെ ഞങ്ങളന്ന് ഫുഡ് കഴിച്ചിട്ട് ഒന്ന് ഉണക്കാൻ വേണ്ടി കൊണ്ടുവച്ചതാണ്. ഇത് സാത്തിക്കുട്ടിയുടെ ഈ ഒരു അലമാരി ഒതുക്കുക. ഈ അലമാരിക്കകത്ത് അവളുടെ ഡ്രസ്സ് വീട്ടിൽ ഇടുന്നതും വെളിയിടുന്നതും, പിന്നെ ലാസ്റ്റ് ഡ്രോയിലെന്ന് വിചാരിച്ചാൽ അവളുടെ ബുക്ക് വെക്കുന്നതും ഈ ഒരൊറ്റ അലമാരിയിലാണ് കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ആക്ച്വലി ഇതെല്ലാം മടങ്ങിയിരിക്കുകയാണ്. പക്ഷേ എല്ലാ ദിവസവും ഇങ്ങനെ എടുക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു വല്ലാത്ത രീതിയിലായി പോകുമല്ലോ. അങ്ങനെയാണ്. ഇത് അവളുടെ ഒരുങ്ങുന്ന സാധനങ്ങൾ. അധികം ഇവക്ക് സാധനങ്ങളൊന്നും ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഉപയോഗിക്കാത്ത സാധനങ്ങളാണ് കൂടുതൽ. എങ്കിൽ അവൾ കളയാൻ സമ്മതിക്കത്തില്ല. അവൾ കളിക്കാൻ വേണ്ടി ഉപയോഗിക്കും, ഒരുങ്ങാൻ വേണ്ടിയല്ല അവൾ ഇതൊക്കെ ഉപയോഗിക്കുന്നത്. എല്ലാം കളി. അതുപോലെ തന്നെ എല്ലാം കളിച്ചിട്ട് ഇവിടെ കണ്ടോ ലാസ്റ്റ് ഷെൽഫ് മാത്രം എന്ത് പറ്റിയെന്ന് എനിക്കറിയണം. ബുക്സ് മാത്രം അവൾ അടുക്കി നല്ല ഒതുക്കി വെച്ചിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പം ഞാനിത് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ലാസ്റ്റ് പിന്നീട് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആഴ്ച ഞാൻ ചെന്ന് ട്യൂഷന് പോകത്തില്ലേ, ട്യൂഷന് പോകുന്ന സമയത്ത് അതെല്ലാം ഞാൻ തന്നെ അറേഞ്ച് ചെയ്തിടും. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. ജോലിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ സാത്തിക്കുട്ടി ഭയങ്കര റിലാക്സിങ് മോഡിലാണ്. അന്നേരം ഈ ഒരു മോഡ് ഓക്കെ ആക്കാൻ വേണ്ടി നമ്മളൊരു കിഴി പൊറോട്ടയാണ് ഇന്ന് ഓർഡർ ചെയ്തേക്കുന്നത്. എല്ലാ സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ ഞങ്ങൾ എന്തെങ്കിലും സ്വിഗ്ഗിയിലൊന്ന് ഓർഡർ ചെയ്യും. അത് ഞങ്ങൾ രണ്ടും കൂടെ കഴിക്കും കേട്ടോ. എങ്ങനെയാണ് കഴിക്കുകയെന്ന് വിചാരിച്ചാൽ ഇവള് പ്ലേറ്റൊക്കെ എടുത്ത് നിലത്ത്, ഞങ്ങൾ താഴെ ഇരുന്നാണ് കഴിക്കുക. പ്ലേറ്റും ഗ്ലാസും പിന്നെ ടാബിക്കകത്ത് ഞങ്ങളൊരു സിനിമയും പ്ലേ ചെയ്തിട്ട് ഭയങ്കര ഡിസ്കസൊക്കെ ചെയ്തിട്ട് ആസ്വദിച്ചിരുന്ന കേട്ടോ കഴിക്കുന്നത്. ഞങ്ങൾ ടൂറോ അല്ലെങ്കിൽ അങ്ങനെ റെസ്റ്റോറൻറ്റിൽ പോയി ഇരുന്ന് കഴിക്കുകയോ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. എൻ്റെ സാറ്റർഡേ ലൈഫ് എന്ന് വിചാരിച്ചാൽ ഈ ഒരു വീടിനകത്താണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത്. കുറേ ഇടത്തൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ പറ്റത്തില്ല. ഉള്ള ദിവസങ്ങളിൽ സത്യം പറഞ്ഞാൽ റെസ്റ്റ് എടുക്കാനായിട്ടോ ഞാൻ നോക്കുന്നത്, മാക്സിമം റെസ്റ്റ് എടുക്കാം. എന്നാലും നമ്മുടെ കിഴി പൊറോട്ട പൊട്ടിച്ചപ്പം ഫസ്റ്റ് ഇങ്ങനെ വന്നിട്ട് അയ്യോ ഇത് ഭയങ്കര സ്പൈസി ആയിരുന്നു കേട്ടോ. നല്ല സ്പൈസി എന്ന് വെച്ചാൽ പറയാം, നല്ല സ്പൈസി ആയിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈം കേട്ടോ കിഴി പൊറോട്ട ഓർഡർ ചെയ്യുന്നത്. അവൾക്ക് എരി ഇല്ലാത്ത ഭാഗം ഞാൻ മാക്സിമം കൊടുക്കാൻ നോക്കിയിട്ടുണ്ട്.
അന്നേരം നമ്മൾ സംസാരിച്ചിരുന്ന് നമ്മുടെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അപ്പം ഇനി മറ്റൊരു വ്ളോഗുമായി വീണ്ടും കാണാം. അപ്പോൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ വക ഒരു ബിഗ് താങ്ക് യു.